ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേൺ വൈസ്. ഇറ്റ്സ് മീ ഷാനി ധർമിഷ്. ലേൺ വൈസിന്റെ ഏറ്റവും പുതിയ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഇഗ്നോ സൂപ്പർ സ്റ്റഡി പ്ലാനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന MA സൈക്കോളജിയുടെ ഫസ്റ്റ് ഇയറിന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ ഈ വീഡിയോ ഇപ്പൊ കാണുന്നത് MA സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് മാത്രമാവണമെന്നില്ല. ഭാവിയിൽ ഈ ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും മറ്റു കോഴ്സിലൊക്കെ എൻറോൾ ചെയ്തവരൊക്കെ തന്നെ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പൊ ബേസിക്കലി ഇത് കാണുന്ന എല്ലാവർക്കും എന്താണ് ഈ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ഉപകാരം എന്താണ്, ഉപയോഗം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ടും വളരെ സിമ്പിൾ ആയിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഗ്നോനെ കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ തന്നെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. എന്താണത്? വർഷത്തിൽ 2 തവണ ഫ്രഷ് അഡ്മിഷനും റീ രജിസ്ട്രേഷനും ടേം ആൻഡ് എക്സാമിനേഷൻസ് ഒക്കെ വരാറുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരാൾ ഫ്രഷ് അഡ്മിഷൻ എടുത്തു, എന്നാൽ അദ്ദേഹത്തിന് പഠനം ആരംഭിക്കാൻ അല്പം വൈകേണ്ടി വന്നു. നിങ്ങൾ ഒരുപാട് ന്യൂആൻസസ് പല ലേണേഴ്സും നേരിടാറുണ്ട്. എന്നാൽ നമ്മുടെ ലേണേഴ്സിന്റെ എല്ലാ ന്യൂആൻസസുകളും പരിഗണിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ ഫ്ലെക്സിബിൾ ആയ ഒരു 36 വീക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ സൂപ്പർ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടും. അത് അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ തന്നെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഓരോ ലേണറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സമയത്തിനനുസരിച്ചും മറ്റു സൗകര്യങ്ങൾക്കനുസരിച്ചും ഇതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു ഫ്ലെക്സിബിൾ സ്റ്റഡി പ്ലാൻ ആണെന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്കൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ സാധിക്കുന്നത്? അതിന് ഒരുപാട് സമയം ആവശ്യമുണ്ട്. കാരണം അതിന്റെ ടൂളുകളും റിസോഴ്സുകളും ഒക്കെ തന്നെ നമ്മൾ ഒപ്പിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ നമുക്കിവിടെ ഇഗ്നോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിലവിൽ SLMs മാത്രമാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ലേൺ വൈസിന്റെ സ്റ്റഡി മെറ്റീരിയൽസും ടൂൾസും റിസോഴ്സുകളും എല്ലാം തന്നെ SLMനോടൊപ്പം കൂട്ടിയിണക്കിക്കൊണ്ട് എല്ലാത്തിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. അതിന് തൊട്ട് മുൻപായിട്ട് ലേൺ വൈസിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത്. നിലവിൽ 18 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. അതിൽ 10 ഡിഗ്രി കോഴ്സുകളും 8 PG കോഴ്സുകളുമാണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സ് ആണ് നമ്മുടെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ 18 കോഴ്സുകളിൽ നിന്ന് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കോച്ചിങ് ആരംഭിച്ചിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. BA സൈക്കോളജി, BCom, BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA ഹിസ്റ്ററി, BBA എന്നിങ്ങനെ 6 എണ്ണമാണത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ കോച്ചിങ് ആരംഭിച്ചിട്ടുള്ള PG കോഴ്സുകളാണ് MA സൈക്കോളജി, MCom, MA ഇംഗ്ലീഷ്, MA സോഷ്യോളജി, MBA എന്നിങ്ങനെയുള്ള 5 കോഴ്സുകൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സീറ്റുകൾ വളരെ ലിമിറ്റഡ് ആണ്. പെട്ടെന്ന് തന്നെ സീറ്റുകളൊക്കെ ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉടനടി തന്നെ നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പുവരുത്തുക. മാത്രമല്ല ഒരുപാട് സ്പെഷ്യൽ ഓഫേഴ്സ് ഉടൻ അഡ്മിഷൻ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ പെട്ടെന്നുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, 7994410449 എന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ MA സൈക്കോളജി ഫസ്റ്റ് ഇയറിന്റെ സൂപ്പർ സ്റ്റഡി പ്ലാനിലേക്ക് അങ്ങോട്ട് കടക്കാം. ഹലോ, എൻ്റെ പേര് സുനീറ. ലേൺ വൈസിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ അക്കാഡമിക് മെന്ററാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ഇഗ്നു സൂപ്പർ സ്റ്റഡി പ്ലാനിലേക്ക് പോവാം അല്ലേ? എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടി ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ സൂപ്പർ സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 36 ആഴ്ചകൾ കൂടുന്ന 36 ആഴ്ചകളിലൂടെ നമ്മുടെ MA ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള, എന്താ പറയുക, ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം 4 ഫേസുകളിലേക്ക് സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ പ്ലാൻ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫേസസിൽ എന്ന് പറഞ്ഞാൽ ഫേസ് 0 to ഫേസ് 3 വരെയാണ് നമ്മുടെ 4 ഫേസുകൾ വരുന്നത്. ഈ 4 ഫേസുകളും എന്താണെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഫേസ് 0 എന്ന് പറഞ്ഞാൽ പ്രിപ്പറേറ്ററി ലോഞ്ച് പാഡാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച, വീക്ക് 1 ആണ് നമ്മുടെ പ്രിപ്പറേറ്ററി ലോഞ്ച് പാഡ്. ആ പേര് പോലെ തന്നെ നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി, നമ്മുടെ സ്റ്റഡി പ്ലാനിനൊക്കെ വേണ്ടി ആദ്യം ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കണം അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു പ്രിപ്പറേഷൻ സ്റ്റാൻഡ് ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ ഒരു പ്രിപ്പറേറ്ററി സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് എന്താണ് കാര്യം, നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പം എന്താണ് ഞാൻ ചെയ്യുന്നതിനെ പറ്റി കുറച്ചുകൂടി ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ആഴ്ച നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതാണ് പ്രിപ്പറേറ്ററി ലോഞ്ച് പാഡ്. ഇനി ഫേസ് 1, രണ്ടാമത്തെ ഫേസ് ആണ് ഫേസ് 1 എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഫോർട്ടിഫിക്കേഷൻ. അത് വീക്സ് 2 to 13 വരെയാണ്. സെക്കൻഡ് വീക്ക് മുതൽ 13th വീക്ക് വരെയാണ് നമ്മുടെ രണ്ടാമത്തെ ഫേസ് വരുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സിന്റെ, നമ്മൾ പഠിക്കുന്ന കോഴ്സസിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്,
ഫൗണ്ടേഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഏതെങ്കിലും നിങ്ങളൊരു 3 സബ്ജക്ട്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓരോ സബ്ജക്ട്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ്, ബേസിക് തിയറീസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ phase 1 നോക്കുന്നത്. ഇനി phase 2 ആവുമ്പോൾ കൺസെപ്ച്വൽ കമാൻഡ് ആണ്. phase 2 എന്ന് പറയുന്നത് നമ്മുടെ 3ാമത്തെ phase ആണ്. 14th വീക്ക് മുതൽ 25th വീക്ക് വരെയുള്ള 3ാമത്തെ phase. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസെപ്ച്വൽ കമാൻഡ് ആണ്. കുറച്ചും കൂടെ നമ്മൾ ഫൗണ്ടേഷന് ശേഷമുള്ള ഇൻഡെപ്ത് കോൺസെപ്റ്റിലേക്കൊക്കെ ഇറങ്ങി കുറച്ചുകൂടെ ഡീപ്പായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ phase 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഫൈനൽ ഫേസിലേക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് phase 3. അതിൽ നമ്മൾ 26th വീക്ക് മുതൽ 36th നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഇത്. ഇവിടെ നമ്മൾ എന്താണ്, എക്സാമിനേഷൻ എക്സലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു ആദ്യത്തെ നമ്മുടെ 3 ഫേസുകളും കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ടെസ്റ്റ് ആണ് അല്ലേ, നമ്മൾ പഠിച്ചത്, നമ്മൾ പ്രിപ്പയർ ചെയ്തത്, നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ടൈം എല്ലാം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫൈനലി എക്സാം എഴുതുന്നത്. ഈ എക്സാമിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ അല്ലേ. അപ്പോൾ ആ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫൈനലി ചെയ്യാൻ പറ്റും, അതായത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പഠിച്ച കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ഒരു എന്താ പറയുക കംപ്ലീറ്റ്ലി ചാനലൈസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ഫൈനലി ചെയ്യാം, എന്തൊക്കെ പ്രിപ്പറേഷൻസ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്ലാൻസ് ഒക്കെ, ഫൈനൽ പ്രിപ്പറേഷൻസിന് വേണ്ടിയുള്ള ഒരുപാട് പ്ലാൻസും നമ്മൾ ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാം റിവിഷൻസും അതുപോലെ എക്സാം സ്പെഷ്യൽ സെഷൻസും അൾട്ടിമേറ്റ് അനാലിസിസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ ഏകദേശം സ്പെൻഡ് ചെയ്യുന്ന 4 phase ആണ് ഇത് കേട്ടോ. അപ്പം ഫസ്റ്റ് phase എന്ന് പറയുമ്പോൾ week 1 ആണ് പ്രിപ്പറേറ്ററി. പിന്നെ നമ്മൾ സെക്കൻഡ് phase എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ ഫോർട്ടിഫിക്കേഷൻ, പിന്നെ കോൺസെപ്ച്വൽ കമാൻഡ് ആവും തേർഡ് phase. ലാസ്റ്റത്തെ phase ആണ് നമ്മുടെ എക്സാമിനേഷൻ എക്സലൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫേസുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഇഗ്നു സൂപ്പർ സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വളരെ കഷ്ടപ്പെട്ട് എന്താ പറയുക വല്ലാതെ ഓവറായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് പഠിക്കുക, അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊരു സ്റ്റഡി പ്ലാൻ രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ ടൈം ഷെഡ്യൂൾ ചെയ്യാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ. കാരണം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്ത സിറ്റുവേഷൻസിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂളുകൾ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, ഏത് സമയത്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്, ഏത് സമയത്തായിരിക്കും ഫ്രീ ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്തായിരിക്കും എനിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ളത് ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ടുള്ളൊരു ടൈം തയ്യാറാക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ലേൺവൈസ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ വീഡിയോ ലെക്ചേഴ്സ് ഉണ്ടാവും, അതുപോലെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടാവും, എക്സാം PD ഉണ്ടാവും, അതുപോലെ പേഴ്സണൽ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്യാൻ, നിങ്ങളെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് റിസോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്തൊരു കാര്യമാണെങ്കിലും ഏതൊരു കാര്യത്തിനും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കൊരു സെൽഫ് ഡിറക്ഷൻ ഉണ്ടായിരിക്കണം അല്ലേ. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ ഏറ്റവും മുന്നിലായിട്ട് നമ്മുടേത് തന്നെ കാര്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നിർബന്ധമായിട്ടും നിങ്ങൾ എടുക്കുക. എന്തൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യുന്നതിനാണെങ്കിലും മനസ്സിലാക്കുന്നതിനാണെങ്കിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനാണെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. സെൽഫ് ഡിറക്റ്റഡ് ലേണിംഗ് നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ ഇതെല്ലാത്തിൻ്റെയും കൂടെ തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്തും വെൽബീയും അല്ലേ. നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കുക, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. നമ്മുടെ ഹെൽത്തിന് നമ്മളെപ്പോഴും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ കൊടുക്കണം അല്ലേ. ഇപ്പം നമ്മുടെ ലേൺവൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ലേണേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ എല്ലാ സമയവും നമുക്ക് ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല അല്ലേ. ചിലപ്പോൾ നമുക്കൊരു ആൻസൈറ്റീസ് ഉണ്ടാവും, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈം ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ. നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ മാനസികാരോഗ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പക്ഷേ അതേസമയം നമ്മൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കാത്തൊരു കാര്യം കൂടിയാണ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഓടി വന്ന് കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ ഹാപ്പിനെസ്സിനെയും വെൽബീയിങ്ങിനെയും മെൻ്റൽ ഹെൽത്തിനെയും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺവൈസിൻ്റെ ഹാപ്പിനെസ് അംബാസഡർ. ഇതുപോലെ നിങ്ങൾക്ക് മെൻറ്റേഴ്സുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ നിങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ,
അപ്പം നമ്മുടെ ഈ സൂപ്പർ സ്റ്റഡി പ്ലാൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ്. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. നമ്മുടെ ഇഗ്നോയുടെ MA സൈക്കോളജി കോഴ്സിലേക്കാണ് നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഈ MA സൈക്കോളജി കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള റിസോഴ്സുകളൊക്കെ തന്നെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതേപോലെ തന്നെ ഉപയോഗിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇതിനെപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കറക്റ്റ് പ്ലാനൊക്കെ അനുസരിച്ച് പോയി, പിന്നെ ഒരു മടി വന്നു, വയ്യ എന്ന് തോന്നി ഒരു 1 മന്ത് അങ്ങ് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും അല്ലേ? കാരണം എന്താ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലേണിംഗ് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ചെറിയ ബ്രേക്കൊക്കെ വേണം, നിർബന്ധമായിട്ടും നമുക്ക് വേണം. പക്ഷേ ഒരു നീണ്ട ഒരു ബ്രേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ അത് എത്തിപ്പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട്, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എപ്പോഴും അവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ 2 ദിവസം പഠിക്കാൻ പറ്റി, 3-ാമത്തെ ദിവസം ഭയങ്കര ക്ഷീണമാണ്, വയ്യ, അല്ലെങ്കിൽ ഒരു തലവേദനയാണ്, ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്ലാസ് വെറുതെ ഒന്ന് കേൾക്കുക, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ബുക്കൊക്കെ മറിച്ച് നോക്കുക. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്യാം. നമ്മളവിടെ ടച്ച് പോകുന്നില്ല, അവിടുന്ന് നമ്മുടെ പ്ലാനിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങളെല്ലാവരും എടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസുകളിലേക്ക്, നമ്മുടെ ഇഗ്നോ സൂപ്പർ സ്റ്റഡി പ്ലാനിലേക്ക് മൂവ് ചെയ്യാം അല്ലേ? അപ്പോൾ ആദ്യത്തെ ഫേസ് ആണ് phase 0, 1 വീക്കിൻ്റെ ഒരു ഫേസ് ആണ് ഫസ്റ്റത്തത്, പ്രിപ്പറേറ്ററി ലോഞ്ച് പാഡ്. ഇപ്പം നമ്മൾ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഉണ്ട് അല്ലേ? അതായത് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയും, ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഫെയ്ത്ത്, യു ഡോണ്ട് ഹാവ് ടു സീ ദ ഹോൾ സ്റ്റെയർ കേസ്, ജസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫൈനൽ വരെ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ്, അത് നമ്മൾ പോയി എവിടെ എത്തിച്ചേരും എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പോയി തുടങ്ങുക. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കയറി നോക്കുക, അതിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും, എത്രത്തോളം കഷ്ടപ്പാടുണ്ടാവും, അല്ലെങ്കിൽ അത് എത്ര സ്മൂത്ത് ആണ്, ഹാപ്പിനെസ് നമുക്ക് തരുന്നുണ്ട്, എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാലല്ലേ അറിയൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ഇനീഷ്യേറ്റീവ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇനി എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫേസ് ആണ് വീക്ക് 1, ഇൻട്രൊഡക്ഷൻ ആൻഡ് സിലബസ് ഫെമിലറൈസേഷൻ. ആദ്യത്തെ നമ്മൾ വീക്ക് 1 കൊടുക്കുന്ന കാര്യം ഇതാണ്. ഓക്കെ, അപ്പോൾ ഡേ 1 ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ ഡേയ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡേ 1 തന്നെ നമ്മൾ ഇൻട്രൊഡക്ടറി വീഡിയോ ഓൺ ദ ഇഗ്നോ MA സൈക്കോളജി പ്രോഗ്രാം, അതാണ് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി. ഫസ്റ്റത്തെ ദിവസം നമ്മൾ ലേൺ വൈസിൽ തന്നെ ഉണ്ട് MA സൈക്കോളജി പ്രോഗ്രാമിൻ്റെ ഇൻട്രൊഡക്ടറി വീഡിയോസൊക്കെ നമ്മുടെ ആപ്പിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കാണുക, ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അതിൻ്റെ കൂടെ റീഡ് ത്രൂ ദ എൻറ്റയർ സിലബസ് ഓഫ് MAPC. ഓക്കെ, നമ്മളൊരു MA എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ല, ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ് അല്ലേ? അപ്പം നമ്മുടെ ഫസ്റ്റ് ഇയർ, നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് ഇപ്പോൾ നോക്കണ്ട, ഫസ്റ്റ് ഇയർ മാത്രം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയറിൻ്റെ കംപ്ലീറ്റ് സിലബസിനെ പറ്റി നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. അതായത് എത്ര സബ്ജക്ട്സ് ഉണ്ട്, അതിൽ എത്ര ബ്ലോക്ക് വെച്ചിട്ടാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, സിലബസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ള ഒരു പാസ്പോർട്ടാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു പാസ്പോർട്ട് എടുത്ത് വെക്കുമ്പോൾ 18 വയസ്സൊക്കെ ആകുമ്പോൾ പലരും എടുത്തു വെക്കും അല്ലേ? ഭാവിയിൽ എപ്പോഴാണ് അത് ആവശ്യം വരിക എന്നറിയില്ല. ആവശ്യം വരുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാം. പക്ഷെ ഇപ്പോഴേ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് അപ്പോൾ ഓടിപ്പിടിച്ച് ചെയ്യണ്ടല്ലോ അല്ലേ? അതാണ് നമ്മൾ യൂഷ്വലി പാസ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ട്. അതേപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ. നമ്മുടെ കയ്യിലൊരു ഡിഗ്രി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഒരു PG ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബലമാണ്. ഫ്യൂച്ചറിൽ എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് അറിയില്ല അല്ലേ? അപ്പോൾ ഇപ്പോഴേ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഡേ 1 നമ്മൾ എന്താണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ആണ് കണ്ടിട്ടുള്ളത്. ഡേ 2 വരുമ്പോൾ നമ്മൾ ഒരു സിലബസും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കില്ലേ ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേയിൽ വന്നു കഴിയുമ്പോൾ ആ സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കുള്ള ഒരു സബ്ജക്റ്റാണ് ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾക്കുള്ളതാണ്. ഈ ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള, ബർത്ത് ടു ഡെത്ത് വരെയുള്ള ഒരാളുടെ ഒരു പേഴ്സണിൻ്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിളും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസും മൈൽ സ്റ്റോൺസും ഒക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തു. ആ സബ്ജക്റ്റിനെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി. അതൊരു 4 ബ്ലോക്ക് ഉണ്ട്, അതിൽ ഇത്ര യൂണിറ്റുകളുണ്ട് എന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി. എന്നിട്ട് നിങ്ങളുടെ ടാസ്ക് എന്താ? സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എ പേഴ്സണൽ സ്റ്റഡി പ്ലാൻ.
നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ അവിടെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്, അഡോളസെൻസ്, അഡൾട്ട്ഹുഡ്, പിന്നെ അതുപോലെ ഓൾഡ് ഏജ്, ഇങ്ങനെ ഒരുപാട് സ്റ്റേജസ്. അതിൽ ചില സ്റ്റേജസിനെ പറ്റിയിട്ട് അതിൻ്റെ കാര്യങ്ങളെ പറ്റി നമുക്ക് നല്ല ഐഡിയ ഉണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികളെ പറ്റി എനിക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന യൂണിറ്റ്സ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ അതിന് കുറച്ച് സമയം മാറ്റി വെക്കുക. ഇനി തിയറീസ് ഒക്കെ വരുന്ന ഭാഗമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പല തിയറീസും പുതിയതായിരിക്കും അല്ലേ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത തിയറീസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു 2-3 തവണയൊക്കെ വായിച്ചാലും കുറച്ച് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് എക്സ്ട്രാ ടൈം കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് തോന്നുന്ന ഫെമിലിയർ ആണെന്ന് തോന്നുന്ന, സിമ്പിൾ ആണെന്ന് തോന്നുന്ന ടോപ്പിക്സിന് കുറച്ച് ടൈമും, ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ടോപ്പിക്സിന് കൂടുതൽ ടൈമും എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ 2ാമത്തെ ദിവസം ചെയ്യേണ്ടത്. ഇനി ഡേ 3യിലേക്ക് വരികയാണെങ്കിൽ ആക്ടിവിറ്റി എന്താണ്? ഓരോ സബ്ജക്റ്റിനും ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഫെമിലിയറൈസ് യുവർ സെൽഫ് വിത്ത് ദ എക്സാമിനേഷൻ പാറ്റേൺ ആൻഡ് അസൈൻമെന്റ് റിക്വയർമെന്റ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടും അസൈൻമെൻറ്റ്സിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ഇത്ര സമയമാകുമ്പം ഇത്ര ഡേയ്സ് ആകുമ്പോഴത്തേക്കും ഞാൻ ഈ സബ്ജക്റ്റിൻ്റെ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇത്ര ഡേയ്സിലാകുമ്പോഴത്തേക്കും ഞാൻ അസൈൻമെൻറ്റിൻ്റെ അതുമായി ആ സബ്ജക്റ്റ് ആ ഒരു ബ്ലോക്കുമായി ബന്ധപ്പെട്ട അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടാവും, ഇന്ന ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാൻ ആ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ചെയ്യും, സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യും. ഇന്ന തരത്തിലുള്ള ഗോൾസ് കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി 4th ഡേയിലേക്ക് വരികയാണെങ്കിൽ റിവ്യൂ ദ അവൈലബിൾ റിസോഴ്സസ്. നമ്മുടെ റിസോഴ്സസ് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് റിസോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിസോഴ്സസ് ആണ് നമ്മുടെ വീഡിയോ ലെക്ചേഴ്സ്, വാല്യൂ ആഡഡ് നോട്ട്സ്, എക്സാം പീഡിയ, അതുപോലെ ലേൺവൈസിൻ്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതൊക്കെ ഉണ്ട് നമുക്ക്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതൊക്കെ എന്താണെന്നൊന്ന് നോക്കുക. ഇതിനെ പറ്റിയിട്ടൊക്കെ ഈ വീഡിയോ ക്ലാസ്സിൽ എന്താ പറയുന്നത്, വാല്യൂ ആഡഡ് നോട്ട്സിൽ എന്താ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടാസ്ക് എന്താ? അണ്ടർസ്റ്റാൻഡ് ഹൗ ഈച്ച് റിസോഴ്സ് വിൽ ഫിറ്റ് ഇൻ ടു യുവർ സ്റ്റഡി പ്ലാൻ. നമ്മളിപ്പം നേരത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെച്ചു അല്ലേ, ഇന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യും, ഇത്രയും ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യും, അസൈൻമെൻറ്റിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കി. അപ്പോൾ ഓരോ പ്ലാനിനും വേണ്ടി നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ഉപയോഗിക്കാം, ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ക്ലാസ് കാണുന്നുണ്ടാവും, വാല്യൂ ആഡഡ് നോട്ട്സ് വായിക്കണം അല്ലേ. എക്സാം ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സാം പീഡിയ നോക്കും. അതുപോലെ ലേൺവൈസിൻ്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു പ്ലാനിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫിറ്റ് ആവുന്നുണ്ടെന്ന് നോക്കും. ഓക്കെ, ഇനി 5th ഡേയിലേക്ക് വരുമ്പോൾ പ്ലാൻ ഔട്ട് യുവർ വീക്ക്ലി റുട്ടീൻ, ഡെസിഗ്നേറ്റ് സ്പെസിഫിക് ഡേയ്സ് ആൻഡ് ടൈംസ് ഓഫ് സ്റ്റഡി, റിവൈസിങ് ആൻഡ് ടേക്കിംഗ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ 5th ഡേയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു വീക്ക്ലി റുട്ടീൻ നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഒരു വീക്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ദിവസങ്ങളിൽ ഇത്രയും ഈ ഒരു ടൈമിൽ ഞാൻ പഠിക്കും, ഈ ഒരു സമയത്ത് ഞാൻ റിവൈസ് ചെയ്യും. പിന്നെ നമുക്ക് ലേൺവൈസിൻ്റെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്. ഓരോ ലെസൺസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഓരോ ലെസണിനും അതിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ തന്നെ അതിൻ്റെ ആൻസറും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം ഞാൻ വായിച്ചിട്ടുണ്ട്, എത്രത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമുക്ക് ഏതൊക്കെ സമയത്ത് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടാസ്ക് ഇതാണ്. ഷുവർ ടു ഇൻക്ലൂഡ് ബ്രേക്സ് ആൻഡ് ലേഷർ ടൈം ടു മെയിൻറ്റെയിൻ എ ബാലൻസ്ഡ് ഷെഡ്യൂൾ. അപ്പോൾ നമുക്കൊരു 2 ദിവസം അവധി കിട്ടി, വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ 2 ദിവസം നമുക്ക് അവധി കിട്ടി, അത് കണ്ടിന്യൂസ്ലി പഠിക്കാം അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്യാം, പഠനത്തിൻ്റെ കാര്യത്തിൽ വർക്കൗട്ട് ചെയ്യാമെന്നൊന്നും അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ ഒരിക്കലും വെക്കരുത്. നമുക്കറിയാം നമ്മുടെ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ബ്രേക്ക്, അതുപോലെ ആവശ്യമായിട്ടുള്ള റെസ്റ്റ് ഒക്കെ നിർബന്ധമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി 6 to 7 ഡേ 6 to 7 വരുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി എന്താണ്? ഒരു ചെറിയ തോതിലുള്ള ഒരു സബ്ജക്റ്റ് റീഡിംഗ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. നിങ്ങളിപ്പോൾ MPC 001 എന്ന് പറയുന്ന നിങ്ങളുടെ സബ്ജക്റ്റ്, അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിയാണ് നിങ്ങൾ ഫസ്റ്റ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു റീഡിംഗ് ഒക്കെ എടുത്ത് വെക്കുക, ചെറുതായിട്ടൊന്ന് വായിച്ചു നോക്കുക, നമ്മുടെ വീഡിയോ ലെക്ചേഴ്സൊക്കെ ഒന്ന് കാണുക. ഈ രീതിയിൽ നമ്മൾ ചെറിയൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ വീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രിപ്പറേറ്ററി ഫേസ് കൊണ്ട്
നമ്മളിപ്പോൾ കറക്റ്റ് നമ്മൾ ഈ ഒരു 7 ദിവസം ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ പ്രിപ്പയർഡ് ആണ് അല്ലേ? എല്ലാ കാര്യങ്ങളും നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്ന ദിവസങ്ങളിൽ ഞാൻ പഠിക്കും, ഇന്ന ദിവസം എനിക്ക് സിലബസിനെ പറ്റി ഒരു ഐഡിയ കിട്ടി, സബ്ജക്ട്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടി, എന്തൊക്കെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നതിനെ പറ്റി കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് അടുത്ത ഫേസിലേക്ക് മൂവ് ചെയ്യാം. phase 1 ആണ് നമ്മുടെ സെക്കൻഡ് ഫേസ് വരുന്നത്. ദാറ്റ് ഈസ് ഫൗണ്ടേഷൻ ഫോർട്ടിഫിക്കേഷൻ. സെക്കൻഡ് വീക്ക് മുതൽ 13th വീക്ക് വരെയാണ് രണ്ടാമത്തെ ഫേസ് വരുന്നത് ഇല്ലേ? അപ്പോൾ ഈ ഫേസിൻ്റെ എയിം എന്താണ്? ഒരു സ്ട്രോങ് ഫൗണ്ടേഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓരോ സബ്ജക്റ്റിൻ്റെയും കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. അപ്പം ഒരു ബേസിക് തിയറീസും ബേസിക് മെത്തേഡ്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക അല്ലേ? എല്ലാ സബ്ജക്ട്സിൻ്റെ ആദ്യത്തെ ബ്ലോക്കുകളിലൊക്കെ ഉണ്ടാവുന്നത് അതായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സെക്കൻഡ് വീക്ക് മുതൽ 5th വീക്ക് വരെ സെക്കൻഡ് ഫേസിലെ ആദ്യത്തെ ആഴ്ചകൾ എങ്ങനെയാണ് പോകുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? MPC 001, ദാറ്റ് ഈസ് കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജി ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ആദ്യത്തെ ബ്ലോക്കാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീക്ക് 2 നമുക്ക് ബ്ലോക്ക് 1 സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡേ 1 to 3 എടുക്കുമ്പോൾ വീഡിയോ ലെക്ചേഴ്സ് കാണുക, അതുപോലെ അതിൻ്റെ വാല്യൂ ആഡഡ് നോട്ട്സും അതുപോലെ SLMഉം കൂടെ ചേർത്ത് വായിക്കും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു കോഗ്നിറ്റീവ് സൈക്കോളജി, റിസർച്ച് മെത്തേഡ്സ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന 2 ലെക്ചേഴ്സാണ് നിങ്ങൾ ആദ്യത്തെ 1 to 3 ഡേയ്സിൽ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലേൺ വൈസിൻ്റെ എക്സ്ക്ലൂസീവ് നോട്ട്സ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ട്സും നോക്കണം. ഓക്കെ, വാല്യൂ ആഡഡ് നോട്ട്സ് വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പിക്ചറൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ് നമ്മൾ വാൻ എന്ന് പറയുന്ന വാല്യൂ ആഡഡ് നോട്ട്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട്സും കൂടെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഡേ 4 to 5 വരുമ്പോൾ ആക്ടിവിറ്റി എന്താണ്? ടേക്ക് നോട്ട്സ് ഓൺ ഡൊമൈൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. ടെസ്റ്റ്. ആദ്യത്തെ കാര്യം എന്താണ്? നോട്ട് ഉണ്ടാക്കുക, നമ്മുടേതായിട്ടുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യുക. ടെസ്റ്റും അതുപോലെ കംപ്ലീറ്റ് എ ഷോർട്ട് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഓൺ ദ വീക്സ് ടോപ്പിക്സ്. നമ്മൾ ആദ്യത്തെ വീക്കിൽ പഠിച്ചിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് എടുത്തിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീക്ക് 3 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ മുതൽ 3rd ഡേ വരെ നമ്മൾ വീഡിയോ ലെക്ചേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കോഗ്നിറ്റീവ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അതുപോലെ മെമ്മറി ആൻഡ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന വീഡിയോ ലെക്ചേഴ്സിലേക്ക് നോക്കുക. അതുപോലെ അതിൻ്റെ എക്സാം പീഡിയയും തിയറീസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിലുള്ള എക്സാം പീഡിയ നിങ്ങൾ വായിക്കുക. ഓക്കെ, ഇനി ഡേ 4 to 5 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി എന്താണ്? നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണ്? ആ ആഴ്ചത്തെ ലേണിങ്ങിനെ പറ്റി അതുപോലെ കോഗ്നിറ്റീവ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ ഓഫ് ലേണിങ്ങിനെ പറ്റിയിട്ടൊന്ന് സമ്മറൈസ് ചെയ്യുക, അതിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും എടുക്കുക. ഓക്കെ, ഇനി 4th വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ടോപ്പിക് എന്താ? ന്യൂറോ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ലേണിംഗ് ആൻഡ് മെമ്മറിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ദിവസം കൊണ്ട് നിങ്ങൾ 1 to 3 വരെ വീഡിയോ ലെക്ചേഴ്സ് ഏതാണ് കവർ ചെയ്യേണ്ടത്? മെമ്മറി ആൻഡ് ബ്രെയിൻ, അതുപോലെ മെമ്മറി കൺസോളിഡേഷൻ. ഓക്കെ, അതുപോലെ തന്നെ വായിക്കേണ്ടത് എന്താണ്? അനിമൽ മോഡൽസ് ഓഫ് മെമ്മറിയും അതുപോലെ ഇമാജിൻ ദ ഹ്യൂമൻ ബ്രെയിൻ്റെ ഇമേജിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കും കാര്യങ്ങളും നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി 4 to 5 ഡേയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഒരു കോംപ്ലക്സ് ടോപ്പിക്സിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈമാണിത്. ഓക്കെ, അപ്പം കുറച്ചുകൂടെ ബുദ്ധിമുട്ടെന്ന് പറയേണ്ട ഒരു എന്നാലും കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് ഒന്ന് മൂവ് ചെയ്യണം. അപ്പോൾ കൃത്യമായൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെങ്കിൽ 1-2 പ്രാവശ്യം ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ആ വീഡിയോസ് ക്ലാസ്സുകൾ കാണുക, വീണ്ടും വായിച്ചു നോക്കുക, എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് വെച്ച് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും ചെയ്യുക. ഓക്കെ, ഇനി 5th വീക്ക് എത്തുമ്പോൾ മോഡൽസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ് നമ്മൾ അടുത്ത് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, അപ്പോൾ 1st ഡേ മുതൽ 3rd ഡേ വരെ നമ്മൾ കാണേണ്ട വീഡിയോ ലെക്ചേഴ്സ് ഏതാണ്? വേരിയസ് മോഡൽസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന വീഡിയോ ലെക്ചേഴ്സ് നോക്കുക. നോക്കേണ്ടത് വാല്യൂ ആഡഡ് നോട്ട്സും അതുപോലെ തന്നെ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് ആൻഡ് കണക്ഷനിസ്റ്റ് മോഡൽ എന്ന് പറയുന്നതിലുള്ള വാല്യൂ ആഡഡ് നോട്ട്സ് ആണ് നിങ്ങൾ വായിക്കേണ്ടത്. ഓക്കെ, ഇനി 4 to 5 വരുമ്പോൾ മോഡൽസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ കേസ് സ്റ്റഡീസും പ്രാക്ടിക്കൽ എക്സാമ്പിൾസിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, അതിനെപ്പറ്റി നോക്കുക. പിന്നെ അതേപോലെ ഈ ഒരു വീക്കിലേക്ക് ഡേയ്സിലേക്ക് എത്തുമ്പോഴത്തേക്കും അസൈൻമെൻറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ
തുടങ്ങി വെക്കണം ഇവിടെ എത്തുമ്പോൾ. അതായത് ഈ ഇത്രയും ഒരു ഫസ്റ്റ് ബ്ലോക്ക് ഇത്രയും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഏതൊക്കെ യൂണിറ്റുകളിലാണ് വരുന്നത്, ഏതൊക്കെ പോർഷൻസിലാണ് വരുന്നത് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ വീക്ക് 6 മൂവ് ചെയ്യാം. 6 to 9 വരെ അടുത്ത കോഴ്സാണ് നമ്മുടെ MPC 002, അതായത് ലൈഫ് സ്പാൻ സൈക്കോളജി. ഓക്കെ, അപ്പോൾ വീക്ക് 6 നമ്മൾ ബ്ലോക്ക് 1 ആണ് നോക്കുന്നത്, പ്രീനേറ്റൽ, ഇൻഫൻസി ആൻഡ് ഏർലി ചൈൽഡ്. ഇതാണ് നമ്മൾ ബ്ലോക്ക് 1 വരുന്നത്. ഇപ്പോൾ ഡേ 1 to 3 എത്തുമ്പോൾ വീഡിയോ ലെക്ചേഴ്സ് കാണേണ്ടത് ഏതാണ്? ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ഇൻഫാൻസി എന്ന് പറയുന്ന വീഡിയോസാണ് കാണേണ്ടത്. റീഡിങ് നോക്കേണ്ടത് പ്രീനേറ്റൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ട്സ് ആണ് നിങ്ങൾ വായിക്കേണ്ടത്. ഇനി 4 to 5 വരുമ്പോൾ, ഡേ 4 to 5 വരുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി എന്താണ്? നമ്മുടെ ഹൗ ഏർലി ചൈൽഡ്ഹുഡ് ഇമ്പാക്ട്സ് ലേറ്റർ ലൈഫ് സ്റ്റേജസ് എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങളൊരു റൈറ്റ് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി വീക്ക് 7 വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ അടുത്ത ടോപ്പിക്കാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേ 1 to 3 വരുമ്പോൾ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓൺ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കവർ ചെയ്യുക. അതുപോലെ എക്സാം PDSലേക്കും ഫിസിക്കൽ ആൻഡ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പോർഷനിലെ എല്ലാ എക്സാം PDSും നിങ്ങൾ ഗോ ത്രൂ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി 4 to 5 വരുമ്പം കോഗ്നിറ്റീവ് സൈക്കോളജി, കോഗ്നിറ്റീവ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ആ ഒരു ടോപ്പിക്കിലെ കേസ് സ്റ്റഡീസിനെ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ അസസ്മെൻറ്റ് ഓൺ ഏർലി ചൈൽഡ്ഹുഡിലുള്ള വരുന്ന എല്ലാ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി വീക്ക് 8 പോകുമ്പോൾ നമ്മുടെ ബ്ലോക്ക് 2 നടക്കുന്നത്. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ഏർലി സ്കൂൾ ഇയേഴ്സ് ആണ്. ഏർലി സ്കൂൾ ഇയേഴ്സിൽ വരുന്ന ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് വരുന്നത്. അപ്പം ഡേ 1 to 3 വരെ നിങ്ങൾ വീഡിയോ ലെക്ചേഴ്സ് കാണുക. അണ്ടർസ്റ്റാൻഡ് ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ചേഞ്ചസ് ഇൻ സ്കൂൾ ഏജ്ഡ് ചിൽഡ്രൻ, ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ലെക്ചേഴ്സാണ് കാണേണ്ടത്. ഇനി നോക്കേണ്ടത് എന്താണ്, വായിക്കേണ്ടത് എന്താണ്? സോഷ്യൽ, ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റിലുള്ള നോട്ട്സ് നിങ്ങൾ വായിക്കും. ഓക്കെ, ഇനി 4 to 5 വരുമ്പം അനലൈസ് എഡ്യൂക്കേഷണൽ അപ്രോച്ചസ് അഫക്റ്റിംഗ് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ അപ്രോച്ചസിനെയും ഒക്കെ കാര്യങ്ങളെ പറ്റി നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ ഏർലി സ്കൂൾ ഇയേഴ്സിലെ ഡെവലപ്മെൻറ്റിനെ പറ്റി വരുന്ന എല്ലാ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി 9th വീക്കിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് 2 തന്നെ അടുത്ത ടോപ്പിക്കാണ് സ്കൂളിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 to 3 നിങ്ങൾ വീഡിയോ ലെക്ചേഴ്സ് കാണുക. റോൾ ഓഫ് സ്കൂളിങ്ങും അതുപോലെ ഡെവലപ്മെൻറ്റിലെ സ്കൂളിങ്ങിൽ വരുന്ന മറ്റ് ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്യുക. പിന്നെ വരുന്നത് റീഡിങ് എന്താണ്? ഫോക്കസ് ഓൺ റെമഡിയൽ മെഷേഴ്സ് ഫോർ പ്രോബ്ലംസ് ഇൻ സ്കൂൾ ചൈൽഡ്. ഓക്കെ, ഒരുപാട് എക്സാമുകളിലൊക്കെ കവർ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിനെ കൃത്യമായിട്ട് വായിക്കും. ഓക്കെ, ഇനി ഡേ 4 to 5 നിങ്ങളുടെ ആക്ടിവിറ്റി എന്താണ്? റിവ്യൂ എഡ്യൂക്കേഷണൽ സൈക്കോളജി സ്റ്റഡീസ് റിലേറ്റഡ് ടു ദ ടോപ്പിക്. ഓക്കെ, ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എഡ്യൂക്കേഷണൽ സൈക്കോളജി സ്റ്റഡീസും കാര്യങ്ങളും നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി 5 ഈ ഒരു വീക്കിലേക്ക് വരുമ്പോഴത്തേക്കും അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, MPC 002 വരുന്ന നമ്മൾ നേരത്തെ MPC 001 അസൈൻമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നിങ്ങൾ ഏകദേശം 2 ബ്ലോക്കുകൾ ഒക്കെ നോക്കിയില്ലേ? അപ്പോൾ ആ 2 ബ്ലോക്കുകളിലേക്ക് വരുന്ന ഏതൊക്കെ ടോപ്പിക്സ് വന്നിട്ടുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ വെച്ചിട്ട് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, ഇനി അടുത്ത വീക്ക് 10 to 13 ആണ്. 10 to 13 വരുമ്പോൾ നമ്മൾ അടുത്ത സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് MPC 003 പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ വീക്ക് 10 തന്നെ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് ദാറ്റ് ഈസ് പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻട്രൊഡക്ടറി ബ്ലോക്കിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഡേ 1 to 3 വരെ നമ്മൾ വീഡിയോ ലെക്ചേഴ്സ് കാണേണ്ടത് ഇൻട്രൊഡക്ഷൻ ടു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് തിയറീസ് ആണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് തിയറീസിലെ വീഡിയോസാണ് നിങ്ങൾ ആദ്യം തന്നെ കാണേണ്ടത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ സ്റ്റേറ്റ് ഓർ ട്രേറ്റ് അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റിയുടെ വാല്യൂ ആഡഡ് നോട്ട്സ് വായിക്കുക. ഇനി 4 to 5 വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി വേരിയസ് പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയിലേക്ക് വേണ്ടിയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി തിയറീസിനുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. ഇനി വീക്ക് 12 വരുമ്പോൾ നമ്മുടെ ബ്ലോക്ക് 1 തന്നെ അടുത്ത ടോപ്പിക്കാണ് കീ ഇഷ്യൂസ് ഇൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡേ 1 to 3 വരെ നമ്മൾ വീഡിയോ ലെക്ചേഴ്സ് കാണേണ്ടത് എക്സ്പ്ലോർ ജെനറ്റിക്സ് ആൻഡ് പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സൺ സിറ്റുവേഷൻ കോൺട്രവേഴ്സി എന്ന് പറയുന്ന വീഡിയോസിലാണ്. ഓക്കെ, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ നോക്കേണ്ടത് നൊമതറ്റിക് വേഴ്സസ് ഐഡിയോഗ്രാഫിക് അപ്രോച്ചസ് എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള നോട്ട്സും നിങ്ങൾ നോക്കുക. ഇനി 4 to 5 ഡേയ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി റൈറ്റ് എ ക്രിട്ടിക് ഓൺ എ കീ ഇഷ്യൂസ് ഇൻ പേഴ്സണാലിറ്റി സൈക്കോളജി.
ഓക്കെ, ഇനി അതിൽ തന്നെ നിങ്ങൾ കീ ഇഷ്യൂസ് ഇൻ പേഴ്സണാലിറ്റി സൈക്കോളജിയിലെ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഈ 13th വീക്കിലേക്ക് വരുമ്പോൾ റിവ്യൂ ആൻഡ് അസൈൻമെന്റ് സബ്മിഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് സെക്കൻഡ് ഫേസിൻ്റെ ഫൈനൽ വീക്കിലേക്ക് എത്തുകയാണ് 13th വീക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ റിവ്യൂ ആൻഡ് അസൈൻമെന്റ് സബ്മിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ 4 ദിവസങ്ങളിൽ നിങ്ങൾ കോംപ്രിഹെൻസീവ് റിവ്യൂ ഓഫ് ഓൾ ടോപ്പിക്സ് കവേർഡ് ഇൻ MPG 001, 002, 003 ഈ 3 സബ്ജക്ട്സിലും നമ്മൾ കവർ ചെയ്തിരിക്കുന്ന എല്ലാ ടോപ്പിക്സിനെയും ഒരു റിവ്യൂ നിങ്ങൾ ചെയ്യാം. എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ടോ, ഓക്കെ ആണോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്ന ടെസ്റ്റിൻ്റെയൊക്കെ സ്കോറുകളൊന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. എത്രത്തോളം എനിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നോക്കുക. ഈ 5 to 7th ഡേയിലേക്ക് വരുമ്പോൾ അസൈൻമെൻറ്റ് സബ്മിഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതുവരെ ചെയ്തിട്ടുണ്ടാവുന്ന നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് എത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് 5 to 7th ഡേ വരെ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ പോകുന്നതിലൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്? അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ് ആൻഡ് ക്രിട്ടിക്കലി അനലൈസിങ് ദ ടോപ്പിക്സ്. നമ്മളെ ബേസിക് ആയിട്ടുള്ള ബേസിക് ഫൗണ്ടേഷൻ ആണല്ലേ ഉദ്ദേശിച്ചത്. അപ്പം ബേസിക് ടോപ്പിക്കുകളിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരിക്കണം. എല്ലാ ടോപ്പിക്കും ഒന്ന് ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വീക്കെൻഡ്സിലൊക്കെ നമ്മൾ എല്ലാത്തിനെയും ഒന്ന് വീണ്ടും റിവൈസ് ചെയ്തു. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫൈനലി നമ്മൾ അസൈൻമെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ഫേസിൽ ചെയ്തിട്ടുണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 3rd ഫേസ് ആയിട്ടുള്ള phase 2ലേക്ക് പോകാം. ദാറ്റ് ഈസ് കോൺസെപ്ച്വൽ കമാൻഡ് ആണ് അല്ലേ. വീക്ക് 14 മുതൽ 25th വരെയാണ് നമ്മുടെ 3rd ഫേസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മളിതുവരെ നോക്കിയിട്ടുള്ള കോൺസെപ്റ്റ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ സബ്ജക്ട്സിൻ്റെയൊക്കെ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ phase 2ൽ പോകുന്നത് അല്ലേ. phase 1ൽ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനൊക്കെ ബേസിക് ഫൗണ്ടേഷനൊക്കെ മനസ്സിലാക്കി ഇനി ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീക്ക് 14 മുതൽ 17th വരെ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത സബ്ജക്റ്റാണ് MPG 004, ദാറ്റ് ഈസ് അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, അപ്പം ബ്ലോക്ക് 1 അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജിയുടെ ബ്ലോക്ക് 1 ആണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് വീക്ക് 14th തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഡേ 1 to 3 വരെ നമ്മൾ വീഡിയോ ലെക്ചേഴ്സ് കാണുന്നത് നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് ആട്രിബ്യൂഷൻ തിയറി, ഇതിലൊക്കെ വരുന്ന കുറച്ച് തിയറീസും കോൺസെപ്റ്റ്സ് ഒക്കെയാണ് ഇതിനെപ്പറ്റി കൃത്യമായിട്ടും റീഡ് ചെയ്യാം. ഓക്കെ, 4 to 5 ഡേയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി റൈറ്റ് എ സമ്മറി ഓഫ് കീ കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കീ കോൺസെപ്റ്റ്സിൻ്റെയൊക്കെ ഒരു സമ്മറി എഴുതി വെക്കുക. അതുപോലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ, നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജിയിലുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി 15th വീക്കിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബ്ലോക്ക് 1 തന്നെ സോഷ്യൽ കോഗ്നിഷൻ ആട്രിബ്യൂഷൻ തിയറി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. ഓക്കെ, ഇനി 1 to 3 വരെയുള്ള വീക്കിലേക്ക് ഡേയ്സിൽ നമ്മൾ കാണേണ്ട വീഡിയോ ലെക്ചേഴ്സ് എന്ന് പറയുന്നത് പേഴ്സൺ പെർസെപ്ഷൻ ആൻഡ് സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ്. ഓക്കെ, ഇനി അതുപോലെ കോഗ്നിറ്റീവ് ആൾജിബ്ര, ഇംപ്രഷൻ ഫോർമേഷൻ ആൻഡ് അട്രിബ്യൂഷൻ തിയറീസ് ഒക്കെ നിങ്ങൾ ആ വീക്കിൽ തന്നെ ആ ഡേയ്സിൽ തന്നെ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ഇനി 4 to 5 ഡേയ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റി റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഓഫ് ആട്രിബ്യൂഷൻ ഇറേഴ്സ് നോക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ റിയൽ ലൈഫുമായിട്ട് എല്ലാം എക്സാമ്പിൾസും എല്ലാ പഠിക്കുന്ന ടോപ്പിക്സിൻ്റെ എല്ലാ പഠിക്കുന്ന തിയറീസിലും ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 4 to 5 ഡേയ്സിൽ വരുമ്പോൾ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ആട്രിബ്യൂഷൻ എറേഴ്സിൻ്റെ. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ സോഷ്യൽ കോഗ്നിഷൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇനി 16th വീക്കിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് 1 തന്നെ മെത്തേഡ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, 1 to 3 ഡേയ്സിൽ വീഡിയോ ലെക്ചേഴ്സ് ഏതാണ്? സ്റ്റഡി വേരിയസ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയിലെ വേരിയസ് മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോ ലെക്ചേഴ്സ് കാണേണ്ടത്. ഓക്കെ, ഇനി വായിക്കേണ്ടതോ എത്നോഗ്രഫി ആൻഡ് ഡിഫറെൻറ്റ് റിസർച്ച് മെത്തേഡ്സിനെ പറ്റിയിട്ട് നോട്ട്സും നിങ്ങൾ വായിക്കാം. അപ്പോൾ 4 to 5 നമ്മൾ ആക്ടിവിറ്റി എന്താണ്? സോഷ്യൽ സൈക്കോളജി സ്റ്റഡി ആൻഡ് ഐഡൻറ്റിഫൈ ദ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കിയത്. അപ്പോൾ അതെല്ലാം ഒന്ന് റിവ്യൂ ചെയ്യുക. അതുപോലെ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി 17th വീക്കിൽ നമ്മുടെ ടോപ്പിക്ക് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ കറണ്ട് ട്രെൻഡ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ആണ്. അപ്പോൾ 1st to 3rd വീക്ക് ഡേയ്സ് വരെ നമ്മൾ കറണ്ട് ട്രെൻഡ്സ് ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ സോഷ്യൽ സൈക്കോളജിയിലെ വീഡിയോ ലെക്ചേഴ്സ് കാണുക. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഓൺ സോഷ്യൽ സൈക്കോളജി ആപ്ലിക്കേഷൻസിൻ്റെ റീഡിങ്സും നടത്തും. ഓക്കെ, ഇനി ആക്ടിവിറ്റി അടുത്ത് വരുന്ന നിങ്ങൾക്ക്
എത്തിക്കൽ കൺസിഡറേഷൻ ഇൻ സോഷ്യൽ സൈക്കോളജി റിസർച്ചിൽ വരുന്ന എസ്സേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതുപോലെ അസൈൻമെന്റ് പ്രിപ്പറേഷനും ഈ ഒരു വീക്കിലെ ഈ ഒരു ഡേയ്സിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജിയിലുള്ള അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക, ആൻസേഴ്സ് എവിടെയൊക്കെയാണെന്നുള്ളത് ഫൈൻഡ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇനി 18th വീക്കിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വീക്ക് 18th മുതൽ 21st വീക്ക് വരെ നമ്മൾ ഇനി അടുത്ത സബ്ജക്റ്റാണ് MPC 005, ദാറ്റ് ഈസ് റിസർച്ച് മെത്തേഡ്സ്. ഓക്കെ, നമ്മുടെ 5ാമത്തെ സബ്ജക്റ്റാണ്. അപ്പോൾ വീക്ക് 18th നമ്മൾ ബ്ലോക്ക് 1 ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് മെത്തേഡ്സ് ഇൻ സൈക്കോളജിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 1st to 3rd വീക്ക് ഡേയ്സ് വരെ നമ്മൾ വീഡിയോ ലെക്ചേഴ്സ് കാണേണ്ടത് ബേസിക് പ്രോസസ്സും അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഇൻ റിസർച്ചാണ്. ഓക്കെ, ഇനി അതിൽ നിങ്ങൾ തന്നെ ഈ റിലയബിലിറ്റി എന്താണ്, വാലിഡിറ്റി എന്താണ്, അങ്ങനെ ഒരുപാട് പുതിയ പുതിയ ടേംസ് ഒക്കെ നിങ്ങൾ പഠിക്കാൻ പോകും ഈ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റഡി ചെയ്ത് തുടങ്ങുമ്പോൾ. അപ്പോൾ ഓരോ ടോപ്പിക്സും അല്ലെങ്കിൽ ഓരോ ടേംസും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി 4 to 5 ഡേയ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ഡെവലപ്പ് എ മോക്ക് റിസർച്ച് പ്രപ്പോസലാണ്. ഓക്കെ, ഒരു റിസർച്ച് പ്രപ്പോസൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, നമ്മൾ പഠിച്ചു വെച്ച റിസർച്ച് പ്രപ്പോസൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും. ഓക്കെ, ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും അതിൻ്റെ കൂടെ തന്നെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഈ 19th വീക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. നേരത്തെ നമ്മൾ അതിൻ്റെ ബേസിക്സ് പഠിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ അത് ഇൻഡെപ്ത് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഡേ 1 to 3 നമ്മൾ കാണേണ്ട വീഡിയോ ലെക്ചേഴ്സ് ഡീറ്റെയിൽഡ് സ്റ്റഡി ഓൺ ടൈപ്സ് ഓഫ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ആണ്. ഓക്കെ, അപ്പം എസ്റ്റിമേറ്റിംഗ് റിലയബിലിറ്റി അതിൻ്റെ മെത്തേഡ്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി നിങ്ങൾ നോട്ട്സും വായിക്കും. ഇനി 4 to 5 വരുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി എന്താ, കേസ് സ്റ്റഡീസ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഇൻ സൈക്കോളജിക്കൽ ടെസ്റ്റ്. അപ്പം സൈക്കോളജിക്കൽ റിസർച്ചസിൽ എടുത്തിട്ടുള്ള റിലയബിലിറ്റിയും വാലിഡിറ്റിയും ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, സ്റ്റഡീസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അതുപോലെ അസസ്മെൻറ്റ് ഓഫ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റിയിലുള്ള ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് 20th വീക്കിലേക്ക് പോവാം. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ബ്ലോക്ക് 1 തന്നെ വേരിയബിൾസ് ആൻഡ് കൺസ്ട്രക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ 20th വീക്കിൽ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 3 ഡേയ്സിൽ നമ്മൾ കാണേണ്ട ലെക്ചേഴ്സ് എന്തൊക്കെയാണ്, അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആൻഡ് കൺസ്ട്രക്ട്സ്. ഓക്കെ, ഈ സ്റ്റഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഇൻ ഡെപ്ത് എന്നുള്ളതാണ് നമ്മൾ റീഡിങ്ങിൽ പോകേണ്ടത്. ഓക്കെ, ഇനി 4 to 5 ഡേയിലേക്ക് നമ്മുടെ ആക്ടിവിറ്റി എന്താണ്, വേരിയബിൾസ് ആൻഡ് കൺസ്ട്രക്ട്സ് ഇൻ എ ഗിവൺ റിസർച്ച് പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടാവും അല്ലേ, അതിലൊക്കെ കൊടുത്തിട്ടുള്ള വേരിയബിൾസും കൺസ്ട്രക്ട്സും ഏതാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി എടുക്കുക, ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ വേരിയബിൾസ് ആൻഡ് കൺസ്ട്രക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി 21st വീക്കിലേക്ക് പോകുമ്പോൾ ബ്ലോക്ക് 1 തന്നെ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റിംഗ് ആൻഡ് സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ദിവസങ്ങളിൽ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്ന വീഡിയോ ലെക്ചേഴ്സാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, അപ്പം ഇതിൽ തന്നെ നിങ്ങൾ സാമ്പിളിങ്ങിൻ്റെയും ഇമ്പോർട്ടൻസിനെയും ഒക്കെ പറ്റിയിട്ടുള്ള നോട്ട്സുകളും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക, വായിക്കുക. ഓക്കെ, ഇനി 4 to 5 ഡേയ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ് ഫോർ വേരിയസ് റിസർച്ച് സിനാരിയോസ് ആണ്. നമ്മൾ തന്നെ സ്വയം ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്ത് നോക്കുക, എക്സാമ്പിൾസ് പോലെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ ഈ ഡേയ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യണം. കണ്ടിന്യൂ വിത്ത് അസൈൻമെൻറ്റ് റെസ്പോൺസസ് ഫോർ MPC 005. ഓക്കെ, അപ്പം ഒരു ബ്ലോക്ക് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ആൻസേഴ്സ് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈൻഡ് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നമ്മൾ വീക്ക് 22 മുതൽ 25th വരെയുള്ള വീക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫൈനൽ നമ്മുടെ സബ്ജക്റ്റാണ്, ലാസ്റ്റത്തെ സബ്ജക്റ്റാണ് MPC 006, ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി. ഓക്കെ, അപ്പോൾ വീക്ക് 22nd നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡേ 1 to 3 നമ്മൾ കണ്ട ലെക്ചേഴ്സ് എന്താണ്, ഇൻട്രൊഡക്ഷൻ ടു പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് നോക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ വായിക്കേണ്ടതും സ്റ്റഡി ദ അസംഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദീസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഓക്കെ, അതായത് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്കൽ മെത്തേഡ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡീപ്പായിട്ട് വായിക്കും. ഈ 4 to 5 ഡേയിൽ വരുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി പ്രാക്ടിക്കൽ പ്രോബ്ലംസ് യൂസിങ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസിനെ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ തന്നെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യും. ഇനി 23rd വീക്കിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ അടുത്ത ടോപ്പിക്കാണ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്.
ഒരു ടോപ്പിക്കിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് 3 ഡേയ്സിൽ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ വീഡിയോ ലെക്ചേഴ്സ് കവർ ചെയ്യുക. അതേപോലെ തന്നെ അതിൽ വരുന്ന ടോപ്പിക്സുകൾ കൃത്യമായിട്ട് റീഡ് ചെയ്യുക. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ഇതൊക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്സ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിക്കുക. ഓക്കെ, ഇനി 45 വരുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി എന്താണ്? ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ അങ്ങനെ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങും. ഏതെങ്കിലുമൊക്കെ സ്റ്റഡീസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ അതിൻ്റെ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. ഈ വീക്ക് 25 പോകുമ്പോൾ നമ്മുടെ ഫൈനലാണ് അല്ലേ, ലാസ്റ്റത്തെ ഈ ഒരു 3rd ഫേസിൻ്റെ ഫൈനൽ വീക്കാണ് വീക്ക് 25 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലോക്ക് 1ൻ്റെ ലാസ്റ്റത്തെ ടോപ്പിക്കായിട്ടുള്ള സെറ്റിംഗ് അപ്പ് ദ ലെവൽസ് ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ദിവസങ്ങളിൽ കോൺസെപ്റ്റ് ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന വീഡിയോ ലെക്ചേഴ്സ് കാണുക. അപ്പോൾ അതിൻ്റെ തന്നെ നോട്ട്സും നിങ്ങൾ വായിക്കുക. അതുപോലെ എക്സ്പ്ലോർ ദ ആപ്ലിക്കേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, ഈ ഡേ 4 to 5 വരുമ്പോൾ ആക്ടിവിറ്റി എന്താണ്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ ഡിഫറെൻറ്റ് റിസർച്ച് സിനാരിയോസിലുള്ള അതിൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്യുക. അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണ്, ഡിഫറെൻറ്റ് റിസർച്ച് സിനാരിയോസിൽ ഇതെങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഡേയ്സിൽ നിങ്ങൾ സ്റ്റാർട്ടിയുടെ അസൈൻമെൻറ്റ് പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ സബ്മിറ്റും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫേസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? 3rd ഫേസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൂടെ നമ്മളിതിൽ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. തിയറിറ്റിക്കൽ നോളജും നമ്മൾ ഉണ്ടാക്കിയെടുത്തു, അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും നോക്കി. അപ്പോൾ എല്ലാ വീക്കെൻഡ്സും നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ അതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാനും അസൈൻമെൻറ്റ്സ് നോക്കാനും അസൈൻമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഫൈൻഡ് ചെയ്യാനും അതുപോലെ സബ്മിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഈ ഒരു 3rd ഫേസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഫേസിലേക്ക് പോകാം. ദാറ്റ് ഈസ് എക്സാമിനേഷൻ എക്സലൻസ്. വീക്ക് 26 മുതൽ 36 വരെ അതാണ് നമ്മുടെ ഫൈനൽ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഹാഫ് വേ ദെയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്, അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുന്നുണ്ട്, എക്സ്ട്രാ വർക്കൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, ആക്ടിവിറ്റീസ് നോക്കുന്നുണ്ട്, നമ്മൾ പഠിച്ച തിയറീസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയും അല്ലേ, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മുടെ പകുതി ഭാരം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു, എല്ലാം പഠിച്ചു, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എക്സാംസ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി, നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പകുതി നമ്മൾ ചെയ്തു, ഇനി ബാക്കി പകുതി നമ്മൾ പറയുന്ന പോലെ ദൈവം ചെയ്യും അല്ലേ. അല്ലെങ്കിൽ ഫൈനൽ റിവിഷൻസും അല്ലെങ്കിൽ ഫൈനൽ പ്രിപ്പറേഷൻസും മാത്രമേ നമ്മുടെ മുന്നിൽ ഇനി ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ഫേസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാനും എക്സാംസിലേക്ക് ഒന്നുകൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ആ എക്സാംസ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക, ഒന്നുകൂടെ ഒരു ഫൈനൽ റിവിഷൻസ് നടത്തുക, പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ലേൺവൈസിൻ്റെ ഒരുപാട് റിസോഴ്സസ് നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ഫൈനലി നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേറ്ററി സെഷൻസ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങൾക്കുണ്ടാവും, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ഫേസിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ വീക്ക് 26 മുതൽ 30 വരെ എന്താ ചെയ്യേണ്ടത്? എക്സാം സ്പെഷ്യൽ ഗൈഡ് ആൻഡ് അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളതാണ് 26 മുതൽ 30 വരെയുള്ള വീക്സിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 26th വീക്കിൽ കോംപ്രിഹെൻസീവ് റിവിഷൻ ആണ് നമ്മൾ ആ സമയം ചെയ്യേണ്ടത്. MPC 001, അതായത് നമ്മുടെ ഫസ്റ്റത്തെ കോഗ്നിറ്റീവ് സൈക്കോളജി ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറയുന്ന ആദ്യത്തെ സബ്ജക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റത്തെ വീക്കിൽ എടുക്കേണ്ടത്. ഡേ 1 to 2 നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണ്? എല്ലാ നോട്ട്സും നമ്മൾ MPC 001 തയ്യാറാക്കി വെച്ചിട്ടുള്ള നോട്ട്സും കീ കോൺസെപ്റ്റ്സും ഒക്കെ ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യുക. അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡും യൂസ് ചെയ്യുക. യൂസ് ദ ഗൈഡ് ടു ഫോക്കസ് ഓൺ ഹൈ yield ടോപ്പിക്സ് ആൻഡ് ഏരിയാസ് ദാറ്റ് ആർ ഫ്രീക്വൻ്റ്ലി ടെസ്റ്റഡ്. നമ്മൾ യൂഷ്വലി പറഞ്ഞ അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതൊക്കെ വിശദമായിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അതിൽ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിൽ നിങ്ങൾ അത് എക്സാമിന് വേണ്ടിയിട്ടൊരു ഫൈനൽ പ്രിപ്പറേഷൻ ചെയ്യാം. ഓക്കെ,
ഇനി ഡേ 3 to 4 വരുമ്പോൾ PYQ അനാലിസിസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ഒരു ഫൈനൽ അനലൈസ് നിങ്ങൾ നടത്തുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് വേണം ഇത് നടത്താൻ. നേരത്തെ നമ്മൾ ടോപ്പിക്സ് വെച്ച് നടത്തിയെങ്കിൽ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് വേണം നടത്താൻ. അതുപോലെ ഒരു സെൽഫ് അസസ്മെന്റും ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇന്ന ടോപ്പിക്സിൽ ഞാൻ ഓക്കെ ആണ്, എനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്, ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്, ഇന്ന ടോപ്പിക്സ് എനിക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ടുണ്ട്, കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ബാക്കിയുണ്ട്, ഒന്നുകൂടെ ഞാൻ ഫോക്കസ് ചെയ്യണം, ഒന്നുകൂടെ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടതുണ്ട്, എനിക്ക് കുറച്ചുകൂടെ ഡൗട്ട്സ് ഉണ്ട്, അതൊന്നുകൂടെ ക്ലിയർ ചെയ്യണം, മെൻറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് അസസ്മെന്റ് നടത്തി വെക്കുക. ഓക്കെ, ഇനി 5 to 7 വരുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. കംപ്ലീറ്റ് എ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് കവറിങ് MPSC 001. അതായത് നിങ്ങൾക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഒരു ടെസ്റ്റ് നടത്തി നോക്കുക, സ്വന്തമായിട്ടൊന്ന് എക്സാം എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ എക്സാം ഒന്ന് എഴുതി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രാക്ടീസ് വളരെ വലുതാണ്. ഓക്കെ, ഇനി വീക്ക് 27 നമ്മൾ ലൈഫ് സ്പാൻ സൈക്കോളജിയാണ്. അടുത്ത വീക്കിൽ നമ്മൾ റിവിഷൻ എടുക്കുന്നത് എന്താണ്? ലൈഫ് സ്പാൻ സൈക്കോളജി MPSC 002 ആയിരിക്കും. അപ്പം ഫസ്റ്റ് 2 വീക്കിൽ നമ്മൾ MPSC 002 കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക്സിനെയൊക്കെ ഒന്ന് കവർ ചെയ്യുക. അതുപോലെ നമ്മുടെ ക്രിട്ടിക്കൽ ടോപ്പിക്സ് ഏതൊക്കെയാണ്, ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മുടെ എക്സാം സ്പെഷ്യൽ ഗൈഡ് വെച്ചിട്ട് അനലൈസ് ചെയ്യുക. 3 to 4 ഡേയ്സിലാവുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ MPSC 002 ക്വസ്റ്റ്യൻസിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ സെൽഫ് അസസ്മെന്റും നടത്തുക. ഓക്കെ, 5 to 7 ഡേയ്സിൽ വരുമ്പോൾ യൂഷ്വലി ചെയ്യുന്ന പോലെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, 28th വീക്കിൽ നമ്മൾ അടുത്ത സബ്ജക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് എന്ന് പറയുന്ന പേപ്പറാണ് എടുക്കുന്നത്. കഴിഞ്ഞ 2 പേപ്പറിലും ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ 2 ദിവസങ്ങളിൽ നിങ്ങൾ ആദ്യം പഠിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ടോപ്പിക്സും ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്യുക, എക്സാമിൻ്റെ സ്പെഷ്യൽ ഗൈഡ് എടുത്തിട്ട് മെയിൻ ടോപ്പിക്സ് ഏതാണെന്ന് നോക്കുക. 3 to 4 ഡേയ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അനാലിസിസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുകൂടെ സോൾവ് ചെയ്ത് നോക്കുക. അതേപോലെ 5 to 7 ഡേയ്സിൽ നിങ്ങളൊരു മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യുക. ഇനി അടുത്തത് വീക്ക് 29 ഒരു ഇൻ്റഗ്രേറ്റഡ് റിവിഷനാണ് വരുന്നത്. 29 നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് റിവിഷനാണ് വരുന്നത്. ഡേ 1 to 4 എന്താണ് ആക്ടിവിറ്റി എന്താ വരുന്നത്? ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡി സെഷൻസ് ആണ്. റിവൈസിങ് ക്രൂഷ്യൽ ടോപ്പിക്സ് ഫ്രം ഓൾ 3 സബ്ജക്ട്സ്. ഓക്കെ, അപ്പം ഈ കഴിഞ്ഞ 3 സബ്ജക്ട്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ സോൾവ് ഇൻ്റഗ്രേറ്റഡ് മോക്ക് ടെസ്റ്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റുകൾ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. 5 to 7 വരുമ്പം നമ്മുടെ റിവ്യൂ അനലൈസ് മോക്ക് ടെസ്റ്റ്. അപ്പം നമ്മൾ സ്വയം ഒന്ന് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ടെസ്റ്റ് ഒന്ന് നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും കൂടെ കുറച്ചുകൂടെ ഇൻഡെപ്ത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ എഴുതിയ രീതി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, എങ്ങനെയായിരിക്കും ഒരു എക്സാമിനർ നോക്കുന്നുണ്ടാവുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ എക്സാം പേപ്പർ നമ്മൾ തന്നെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് 30th വീക്കാണ് ഫൈനൽ ബ്രഷ് അപ്പിനുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ മുതൽ 7th ഡേ വരെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ക്വിക്ക് റിവിഷൻ സെഷൻസ് ഫോക്കസിങ് ഓൺ കീ പോയിന്റ്സ്, ഫോർമുലാസ് ആൻഡ് ഡെഫിനിഷൻസ്. അപ്പം കീ പോയിന്റ്സിലൊക്കെ ഫോക്കസ് കൊടുക്കുക, ഫോർമുലാസിലും ഡെഫിനിഷൻസും ഒക്കെ ഒന്നും കൂടെ ഒരു ക്വിക്ക് റിവിഷൻ നടത്താം. ഓക്കെ, അപ്പം ഡെയിലി ഒരു PYQ ടെസ്റ്റിലോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റോ ചെയ്ത് നോക്കാം. ഒരു ദിവസം ഇന്ന PYQ ചെയ്യാം, ഒരു ദിവസം അടുത്ത ദിവസം ഇത് ചെയ്യാം എന്ന തരത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ PYQ അനാലിസിസ്, ദാറ്റ് ഈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അനാലിസിസ് നോക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആണ്. എൻഷുർ ഓൾ സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ട്സ് ആൻഡ് റിസോഴ്സസ് ആർ ഓർഗനൈസ്ഡ് ഫോർ ക്വിക്ക് റെഫറൻസ്. നമ്മളിപ്പോഴും പറയുന്നതാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനൽ റിവിഷൻ അത് ഏറ്റവും നല്ലതായിരിക്കും അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ, ഒരു പെട്ടെന്ന് എന്തെങ്കിലും നോക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം റെഡി ആണല്ലോ, നമ്മുടെ കയ്യിൽ ഒക്കെ സെറ്റ് ആണല്ലോ എന്നുള്ളത് ഒരു ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇനി അടുത്ത നമ്മൾ വീക്ക് 31 മുതൽ 36 വരെ നമ്മൾ നോക്കേണ്ടത് സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈനൽ റിവിഷൻ ആൻഡ് അസൈൻമെൻറ്റ് സബ്മിഷനാണ് നമ്മുടെ ലാസ്റ്റത്തെ ഒരു വീക്കുകളിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ 31 മുതൽ 32 വരെ സബ്ജക്ട് വൈസ് ഡീപ്പ് റിവിഷനാണ് നമ്മൾ ഒന്നും കൂടെ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? അലോക്കേറ്റ് ഈച്ച് ഡേ ടു ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഓൺ യൂണിറ്റ്സ് ഫ്രം ദ സിലബസ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ടാവും, കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാം നിങ്ങൾ ഓരോ
ഡേയ്സിലും ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം, ഏതൊക്കെ യൂണിറ്റ്സ് കവർ ചെയ്യണം എന്നുള്ളത് അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്ര ദിവസത്തിൽ ഞാൻ ഇത്രയും ചെയ്യും, ഇത്ര ദിവസത്തിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യും, ഇന്ന തരത്തിൽ നിങ്ങൾ ഓരോ ഡേയ്സും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് മെമ്മറൈസ് ചെയ്യുന്നതിന് പകരം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അതുപോലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി വീക്ക് 33 വരുമ്പോൾ അസൈൻമെന്റ് കംപ്ലീഷൻ ആൻഡ് സബ്മിഷൻ ആണ് ചെയ്യേണ്ടത്. 33 വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡേ 1 to 4 ഡേയ്സിൽ നമ്മൾ ആക്ടിവിറ്റി എന്താണ്, ഫൈനലൈസ് അസൈൻമെന്റ്സ് ഫോർ ഈച്ച് സബ്ജക്ട്സ്. എല്ലാ സബ്ജക്ട്സിന്റെയും അസൈൻമെന്റ്സും നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അലൈൻമെന്റ്സും ക്വസ്റ്റ്യൻ നമ്പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഫ്രണ്ട് പേജുകളൊക്കെ ഉണ്ട് അല്ലേ, സെറ്റ് ചെയ്യേണ്ട ഫ്രണ്ട് പേജുകളൊക്കെ ഉണ്ട്, അതെല്ലാം കെയർഫുള്ളി അനലൈസ് ചെയ്യുക, എല്ലാം ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഡേ 5 to 7 നമ്മൾ സബ്മിഷൻ ആണ്. ഓക്കെ, ഒന്ന് കെയർഫുള്ളി റിവ്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള പ്രിപ്പയർ ചെയ്ത് വെക്കാം. വീക്ക് 34 മുതൽ 35 വരെ നമ്മുടെ ഫൈനൽ മോക്ക് എക്സാംസ് ആൻഡ് സെൽഫ് അസസ്മെന്റ് ആണ് നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു കറക്റ്റ് ഒരു എക്സാം എൻവയോൺമെന്റ് പോലെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട്, അതായത് ഒരു നമ്മുടെ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ട് ഒരു എത്ര അവേഴ്സാണ് നമുക്ക് 2 hours ആണുള്ളതെങ്കിൽ ഒരു 2 hours കറക്റ്റ് ടൈമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും എവിടെയും നോക്കില്ല, അല്ലെങ്കിൽ എവിടെയും നോക്കി എഴുതൂല, ഞാനൊരു എക്സാമിനാണ് എഴുതുന്നത് അല്ലെങ്കിൽ എക്സാമിനാണ് ഇരിക്കുന്നത് എന്ന തരത്തിൽ നമ്മൾ തന്നെ ഒരു എക്സാം എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, നമ്മൾ ടൈം മാനേജ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ നികത്തുന്ന രീതിയിൽ വീണ്ടും അത് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെ ഭാഗത്തായിരുന്നു ഡിഫിക്കൽറ്റി ഫീൽ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ഭാഗത്താണ് നമുക്ക് ഡൗട്ട്സ് വന്നിട്ടുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടെ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇനി 36th വീക്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാവരും അവസാനത്തെ ആഴ്ചയിൽ എത്തുമ്പോഴത്തേക്കും നമ്മളൊരു അയ്യോ എൻ്റെ ഇത്രയും ടോപ്പിക്ക് കവർ ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്ന ടെൻഷൻ ആയിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ ഇത്രയും ഒരു 35 ആഴ്ചകൾ നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ടിന്, നമ്മൾ എടുത്തിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസിന്, നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്ലാൻസിനനുസരിച്ച് മൂവ് ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഫൈനൽ വീക്ക് എന്ന് പറയുന്നത് റിലാക്സേഷൻ്റെയും അതുപോലെ മെൻ്റൽ പ്രിപ്പറേഷൻ്റെയും വീക്കായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ തന്നിട്ടുള്ള പ്ലാനിനനുസരിച്ച് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനുവേണ്ട എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ റിസോഴ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് മൂവ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് വളരെ സുഖസുന്ദരമായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അവസാന സമയത്ത് എല്ലാം കൂടെ വാരി വലിച്ച് എഴുതുക, വാരി വലിച്ച് പഠിക്കുക, അങ്ങനെയുള്ള ഒരു വെയിറ്റ് നമുക്കുണ്ടാവില്ല. വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് ഒരു ഫൈനൽ വീക്കിനെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആദ്യത്തെ 5 ദിവസം എൻഗേജ് ഇൻ ലൈറ്റ് സ്റ്റഡി സെഷൻസിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളെ കുഞ്ഞു പോയിന്റ്സും എക്സാമിന് വേണ്ടിയൊക്കെ പലരും ഫൈനലി ഒരു ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ, അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ മെൻ്റലി പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ റിലാക്സേഷൻ ടെക്നിക്സും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുക. മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്ത് വെക്കുക, കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് നമ്മൾ ലാസ്റ്റത്തെ വീക്കിൽ ചെയ്യേണ്ടത്. സോ ഡെയിലി 6 to 7 ഡേയ്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റെസ്റ്റ് ആണ്. ഓക്കെ, ഫൈനൽ അവസാനത്തെ ദിവസം നമ്മൾ എടുക്കേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് എക്സാമിൻ്റെ തലേന്ന് ഇരുന്നിട്ട് ഒരു 11 മണി വരെ അല്ലെങ്കിൽ ഒരു 1 മണി വരെ 2 മണി വരെ ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചിട്ട് രാവിലെ ആ ഉറക്കച്ചടവോടുകൂടെ ക്ഷീണിക്കുന്ന കണ്ണുകളോടുകൂടെ പോയി എക്സാം എഴുതുന്നതിന് പകരം തലേന്നത്തെ 1-2 ദിവസം കൃത്യമായിട്ട് ഉറങ്ങുക. നമ്മുടെ ബോഡിയും നമ്മുടെ ബ്രെയിനും ഇങ്ങനെ തുള്ളി നിൽക്കണം അല്ലേ, എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ബ്രെയിൻ ആയിരിക്കണം നമുക്ക്. അതിന് എന്താ വേണ്ടത്, കൃത്യമായിട്ടുള്ള റെസ്റ്റ് നമുക്ക് നിർബന്ധമാണ് അല്ലേ. നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നമ്മുടെ വെൽബീയിങ്, മെൻ്റൽ വെൽബീയിങ്ങും ആസ് വെൽ ആസ് ഫിസിക്കൽ വെൽബീയിങ്ങും നിർബന്ധമാണ് നമുക്ക്. അപ്പം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു നല്ല എക്സാംസും നല്ല ഡേയ്സും ഒക്കെ വരും എന്നുള്ള ഒരു വിശ്വാസത്തിലൂടെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകും. ഓക്കെ, അപ്പം സക്സസ് എന്ന് പറയുന്നത് എന്താണ്,
ഒരു ഫൈനൽ അല്ല അല്ലേ. സക്സസ് ഇസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫാറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. അതാണ് അല്ലേ. ഞാനൊരു എക്സാം സക്സസ് ആയി, ഓക്കെ, ഞാനെല്ലാം തികഞ്ഞു, എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു, ഞാനെല്ലാം നേടിയിരിക്കുന്നു എന്ന് കരുതിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യലല്ല വേണ്ടത്, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഇനി ഫെയിലിയർ ആണെങ്കിലോ, ഓക്കെ, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഞാൻ തോറ്റുപോയിരിക്കുന്നു, ഇനി ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് അവിടെയും സ്റ്റോപ്പ് ചെയ്യരുത്. ജയിച്ചാലും തോറ്റാലും കണ്ടിന്യൂ അല്ലേ, വീണ്ടും നമ്മൾ ചെയ്യുക. ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക, തോറ്റു കഴിഞ്ഞാൽ ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് വീണ്ടും മൂവ് ചെയ്യുക. അപ്പോൾ എപ്പോഴും മൂവ് ഓൺ, ഓക്കെ, ജസ്റ്റ് മൂവ് ഓൺ. ഇനി നമുക്ക് അസൈൻമെന്റ് റൈറ്റിംഗ് പ്ലാനിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അലൈൻഡ് വിത്ത് phase 2 ആണ്. അസൈൻമെന്റ് റൈറ്റിംഗ് പ്ലാനിൽ നമ്മൾ phase 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കോൺസെപ്ച്വൽ കമാൻഡ് വീക്ക് 14 മുതൽ 25th വരെയുള്ള phase 2 മുതലാണ് നമ്മൾ അസൈൻമെന്റ് റൈറ്റിംഗ് പ്ലാന് വരുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ്സ് നമുക്ക് അസൈൻമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് നമ്മുടെ സിലബസിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ തന്നെയാണ്. ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് നമുക്ക് അസൈൻമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ എന്തിനാണ് ഇവർ ഇത്രയും ഈ സിലബസിനകത്ത് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് തരുന്നത്? ഒന്നുകൂടെ നമ്മുടെ സിലബസിലൂടെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സിലൂടെ ഇൻഡെപ്ത് പോകാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അസൈൻമെൻറ്റ് ഇഗ്നു പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു അസൈൻമെൻറ്റ്സ് റൈറ്റിംഗ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തറവായിട്ട് കിട്ടും. ഓക്കെ, അപ്പം നമ്മളൊരു അസൈൻമെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ രീതിയൊക്കെ ഒരു പ്ലാനിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനും അതുപോലെ ഒരുപാട് വെയിറ്റ് ഇല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ ഉള്ള ഒരു വെയിറ്റ് ഉണ്ട് അല്ലേ, നമുക്ക് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് നമുക്കെല്ലാം ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് അസൈൻമെൻറ്റ്സ് പ്രിപ്പറേഷൻസും എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം വീക്ക് 14 മുതൽ 25th വരെയുള്ള അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റഗ്രേറ്റഡ് അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പം വീക്ക് 14 മുതൽ 17 വരെ അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജിക്ക് കൊടുക്കാം. അപ്പോൾ വീക്ക് 14 to 15 വരെ നമുക്ക് അസൈൻമെൻറ്റ് ടോപ്പിക് സെലക്ഷൻ ആൻഡ് ഇനീഷ്യൽ റിസർച്ച് ആണ്. അപ്പം ഇഗ്നു അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ റിലീസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളുടെ ആപ്പിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അപ്പം തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആപ്പിൽ നോക്കുക ഏതാണ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ഏതൊക്കെ ടോപ്പിക്സ് വന്നിട്ടുണ്ട്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അതിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ഒരു ഇനീഷ്യൽ റിസർച്ച് നടത്തുക അല്ലേ, ഏതൊക്കെ ടോപ്പിക്സിലാണ് ഇന്ന ബ്ലോക്കുകളിൽ ഇന്ന യൂണിറ്റുകളിലാണ് ആൻസർ ഇരിക്കുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു അനലൈസ് ചെയ്യുക. ഓക്കെ, ഇനി വീക്ക് 16 വരുമ്പോൾ ഔട്ട്ലൈൻ ക്രിയേഷൻ ആൻഡ് ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ആദ്യം ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കുക. അതായത് ഓരോ അസൈൻമെൻറ്റ് ടോപ്പിക്സും അല്ലെങ്കിൽ ഓരോ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും എടുത്തിട്ട് ഇന്ന കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഇന്ന ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിരിക്കണം എന്ന തരത്തിൽ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ആദ്യം ഒരു റഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലെങ്കിൽ അസൈൻമെൻറ്റിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി ഉണ്ടാക്കി എടുക്കുക. ഓക്കെ, ഇനി വീക്ക് 17 വരുമ്പോൾ റിഫൈൻമെൻറ്റ് ആൻഡ് റിവ്യൂ ആണ്. 17th വരുമ്പോഴത്തേക്കും നമ്മൾ എഴുതിയിരിക്കുന്ന പോയിന്റ്സും നമ്മൾ എഴുതിയിരിക്കുന്ന അസൈൻമെൻറ്റ് ആൻസേഴ്സും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഇതൊക്കെ കറക്റ്റ് ആണോ, കീ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടാണോ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഒന്ന് നമ്മൾ റിഫൈൻ ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റിനെ റിവ്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ ഇഗ്നുവിൻ്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ നിങ്ങൾ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അതായത് നിങ്ങൾ ലേൺവൈസിലെ അക്കാഡമിക് മെൻറ്റർക്ക് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി വീക്ക് 18 മുതൽ 21st വരെ അടുത്തത് റിസർച്ച് മെത്തേഡ്സിനുള്ള നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ പ്രിപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ വീക്ക് 18 മുതൽ 19th വരെ ടോപ്പിക് സെലക്ഷനും ഇനീഷ്യൽ റിസർച്ചുമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മളെ അസൈൻമെൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ആൻസേഴ്സ് എവിടെയൊക്കെയാണ് വരുന്നത്, അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ യൂണിറ്റ്സ് ഏതൊക്കെ ബ്ലോക്സ് കവർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. 20th വീക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ക്രിയേഷൻ ആൻഡ് ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അസൈൻമെൻറ്റ്സ്, റൈറ്റ് ചെയ്തിരിക്കുന്ന അസൈൻമെൻറ്റ്സ് കൃത്യമാണോ, എല്ലാ ടോപ്പിക്സും കവേർഡ് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഇഗ്നുവിൻ്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി 21st വീക്കിലേക്ക് വരുമ്പോൾ റിഫൈൻമെൻറ്റ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റിസർച്ച് മെത്തേഡ്സിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ, എങ്കിൽ എന്താ പറയുക, എല്ലാ ടോപ്പിക്സും ആഡ് ചെയ്യേണ്ട സബ് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അതിൽ ക്ലാരിഫൈ ചെയ്യുക. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ പേജ് നമ്പറുകൾ, അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ, അതുപോലെ വരേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് ഫൈനലൈസ് ചെയ്യുക, റിവ്യൂ ചെയ്യുക. ഓക്കെ,
ഇനി വീക്ക് 22 മുതൽ 25 വരെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സൈക്കോളജിക്കാണ് നമ്മൾ അസൈൻമെന്റ്സിന് കൊടുക്കുന്നത്. 22 മുതൽ 23 വരെയുള്ള വീക്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ടോപ്പിക് സെലക്ട് ചെയ്യുക, ഇനീഷ്യൽ റിസർച്ചുകൾ കൊടുക്കുക. 24th വീക്കിലേക്ക് വന്നാൽ ഔട്ട്ലൈൻ ക്രിയേഷനും ഇനീഷ്യൽ ഡ്രാഫ്റ്റും നിങ്ങൾ മേക്ക് ചെയ്ത് വെക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിയുടെ അസൈൻമെന്റ് ആകുമ്പം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലേ, അതായത് പിന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് റഫായിട്ട് ചെയ്ത് നോക്കണം, അതിൻ്റെ ആൻസർ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ ഫൈനലൈസ് ചെയ്യണം. ഓക്കെ, 25th വരുമ്പോൾ ഫൈനൽ റിഫൈൻമെൻറ്റ് ആൻഡ് റിവ്യൂ സബ്മിഷനുമാണ് 25th വീക്കിലേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രാഫ്റ്റുകൾ ഫൈനലൈസ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും മാത്തമാറ്റിക്കൽ ആക്യുറസിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ, നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഫോർമുലാസൊക്കെ കൃത്യമാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഗ്രാമറും കോറൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്ലിയർ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സബ്മിഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ അസൈൻമെൻറ്റ്സ് നമ്മൾ എഴുതുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അലൈൻ വിത്ത് സിലബസ്. നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് എല്ലാ അസൈൻമെൻറ്റ്സിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം സിലബസുമായി ബന്ധപ്പെട്ട തരത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ആൻസർ. ഓക്കെ, അത് തന്നെയാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെയാണ് റെഗുലർ പ്രോഗ്രസ്. ഓക്കെ, അതായത് കൃത്യമായിട്ട് നമ്മൾ ഒരാഴ്ചയിൽ ഇത്രയും ദിവസം നമ്മൾ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇത്രയും ടൈം നമ്മൾ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതല്ലാതെ ലാസ്റ്റ് ടൈമിലുള്ള ഒരു റഷസ് നമ്മൾ എപ്പോഴും ഒഴിവാക്കുക. അതായത് ഒരു ലാസ്റ്റ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഒരു ഡേറ്റ് തന്നു, ഒരു 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം ബാക്കിയുണ്ട്, ഇത്രയും ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ച് കംപ്ലീറ്റ് അങ്ങോട്ട് ഒരു റഷാക്കി എടുക്കുന്നതിന് പകരം തുടക്കം മുതലേ അസൈൻമെൻറ്റ്സിൽ ഫോക്കസ് കൊടുക്കുക, കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും അസൈൻമെന്റ്സ് ഇത്രയും പേജ് എഴുതണം, അല്ലെങ്കിൽ ഒരു 10-60 പേജ് എഴുതണം, 70 പേജ് എഴുതണം എന്ന രീതിയിലേക്ക് നോക്കുന്നതിന് പകരം എഴുതിയിരിക്കുന്ന അത്രയും കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയോട് കൂടെയാണോ ഉള്ളത്, നമ്മുടെ കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടോ, എല്ലാ തന്നിരിക്കുന്ന അനലൈസിസ് ഒക്കെ ഇൻഡെപ്ത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. ക്വാളിറ്റി എൻഷുർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു കീ പോയിന്റ് ആണ് അഡിയറൻസ് ടു ഗൈഡ് ലൈൻസ്. ഓക്കെ, ഇഗ്നുവിൽ ഒരുപാട് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ, അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ മാർജിൻ്റെ രീതി, അതിൽ എഴുതുന്ന രീതി, അതിലെ ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്ന രീതി, ഫ്രണ്ട് പേജസ് സെറ്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെ ഒരുപാട് ഗൈഡ് ലൈൻസ് അവർ തന്നിട്ടുണ്ട്. ചിലർക്ക് റൂൾഡ് ഓർ അൺറൂൾഡ് രണ്ടും യൂസ് ചെയ്യാം, ചിലർക്ക് ചിലപ്പോൾ അത് രണ്ടും ഉപയോഗിക്കാൻ പാടില്ലായിരിക്കും. അതിൻ്റെ ക്വാളിറ്റി ഓഫ് ദ പേപ്പേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, അത് ഫോളോ ചെയ്യാം. ഓക്കെ, അതുപോലെ പ്രൂഫ് റീഡിങ് ആൻഡ് റിവ്യൂ ആണ്. ഓക്കെ, ഫൈനലി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ അസൈൻമെൻറ്റ്സ് ഒന്നുകൂടെ പ്രൂഫ് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അസൈൻമെൻറ്റ് എഴുതും കൂടെ ചെയ്യുമ്പോൾ, അതായത് ഇപ്പം 1-2 ആഴ്ചകൾ നമ്മളൊരു ബ്ലോക്ക് നോക്കി അടുത്ത ആഴ്ച അതിൻ്റെ റിവിഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ അസൈൻമെൻറ്റ്സും കൂടെ നോക്കുകയാണെങ്കിൽ എന്താ അതിൻ്റെ ഗുണം? ഒന്നുകൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അല്ലേ, എഴുതി പ്രാക്ടീസും കൂടെയാണത് അല്ലേ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് തറോ ആയിട്ട് ആ സബ്ജക്റ്റിനെ പറ്റി നോളജ് ഉണ്ടാക്കാനും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനും മെമ്മറിയിൽ സൂക്ഷിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അസൈൻമെൻറ്റ്സും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒന്നുകൂടെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ അസൈൻമെൻറ്റിൻ്റെ വർക്കും കൃത്യമായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു സാമ്പിൾ വീക്ക്ലി സ്റ്റഡി പ്ലാനർ നോക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റഡി പ്ലാനർ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ആഴ്ച കൊണ്ട് നമുക്ക് മൺഡേ ടു സാറ്റർഡേ എടുക്കുകയാണെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ബാലൻസ്ഡ് അപ്രോച്ചിൽ സ്റ്റഡി പ്ലാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ മൺഡേയിൽ നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ വീഡിയോ ലെക്ചേഴ്സ് കാണുക, പിന്നെ അതിൻ്റെ വാല്യൂ ആഡഡ് നോട്ട്സ് നോക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ നടത്തുക, പിന്നെ അതിൻ്റെ റിവിഷനും കൂടെ ഒന്ന് നോക്കുക. ട്യൂസ്ഡേ എടുക്കുമ്പോൾ എന്താണ്, സെയിം സാധനം തന്നെ കണ്ടിന്യൂ വിത്ത് ലെക്ചേഴ്സ് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ എക്സാമ്പിൾസ് ഫോർ ഡീറ്റെയിൽഡ് ഇൻസൈറ്റ്സ് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം PDF വായിക്കുക, നമുക്ക് വാല്യൂ ആഡഡ് നോട്ട്സും അതുപോലെ SLM പോലെ തന്നെ എക്സാം PDFs നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അതൊന്ന് നോക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി പിന്നെ ചൊവ്വാഴ്ച എന്താ ചെയ്യേണ്ടത്, ട്യൂസ്ഡേ എന്താ ചെയ്യേണ്ടത്, ടുമാറോ സ്റ്റഡിക്ക് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷൻസ് നടത്തുക. ഓക്കെ, ഇനി വെനസ്ഡേ എടുക്കുമ്പോൾ എന്താ, ഫൈനലൈസ് ടുഡേയ്സ് ലെക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെക്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് സമ്മറൈസ് കീ പോയിന്റ്സ്, വാല്യൂ ആഡഡ് നോട്ട്സിലും എക്സാം വീഡിയോയിലൊക്കെ വന്നിട്ടുള്ള കീ പോയിന്റ്സിനെ ഒന്ന് സമ്മറൈസ് ചെയ്യുക. ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ ഒന്നുകൂടെ നോക്കുക. അതുപോലെ ഒരു കവർ ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പിക്സിന് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഓക്കെ, തേഴ്സ്ഡേയിലേക്ക് വരുമ്പോൾ പുതിയൊരു ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യത്തെ 3 ദിവസം ഒരു ടോപ്പിക്കിനെ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. തേഴ്സ്ഡേയിലേക്ക് വരുമ്പോൾ അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇൻഡെപ്ത് റീഡിംഗ് ഓഫ് വാൻ ആണ്.
അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ അതിൻ്റെ അന്ന് വായിച്ച അല്ലെങ്കിൽ അന്ന് കണ്ട വീഡിയോസിൻ്റെ ഒരു റിവിഷൻ കൂടെ നടത്തുക. ഫ്രൈഡേയിലേക്ക് വരുമ്പോൾ സെയിം ആദ്യത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും നമ്മൾ വീഡിയോ ലെക്ചേഴ്സ് കാണുന്നു. അഡീഷണൽ മെറ്റീരിയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അഡീഷണൽ മെറ്റീരിയൽസ് നോക്കുക, എക്സാം പീഡിയാസ് നോക്കുക, ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. അതുപോലെ കുറച്ചൊരു റെസ്റ്റ് ആൻഡ് ഫ്രീ ടൈമൊക്കെ അതിൻ്റെ കൂടെ എടുക്കണം അല്ലേ. ഇനി സാറ്റർഡേയിലേക്ക് വരുമ്പോൾ ആ ഒരാഴ്ച നമ്മൾ ഈ ഒരു വീക്ക് മൺഡേ മുതൽ ഫ്രൈഡേ വരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കുക. ഒന്നുകൂടെ ഒന്ന് ലെക്ചേഴ്സൊക്കെ ഒന്ന് നോക്കുക. അന്ന് വരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ റീഡ് ചെയ്യുക. ഒരു കോംപ്രിഹെൻസീവ് ടെസ്റ്റ് നടത്തി നോക്കുക. ഓക്കെ, ഇനി നമ്മുടെ സൺഡേ എന്താണ്? അതുപോലെ സൺഡേയിലേക്ക് വരുമ്പോൾ എന്താണ്? റെസ്റ്റ് ഡേ ആണ് അല്ലേ. ഇതൊരു റെസ്റ്റ് ഡേ ആണ് ആദ്യത്തെ തന്നെ. ഒരു 6 ദിവസം പഠിച്ചു. ഇനി നമുക്ക് സൺഡേ റെസ്റ്റ് ആണ്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ലാസ്റ്റൊക്കെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നാളത്തേക്കുള്ള അടുത്ത മൺഡേയിലേക്കുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ ഒന്ന് നമ്മുടെ പഠനത്തിൻ്റെ പ്രോഗ്രസ്സിനെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ഫൈനലി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സബ്ജക്റ്റ് ആദ്യത്തെ MPG 001 ദാറ്റ് ഈസ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ളൊരു സബ്ജക്റ്റ് എടുത്തു. അതിൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ എടുത്തിട്ട് അതിൽ നമ്മൾ എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുണ്ട്, അതായത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് 1 to 5 വരെ നമ്മളൊരു സ്കെയിലിംഗ് കൊടുക്കുക. ദാറ്റ് ഈസ് 1 എന്ന് പറഞ്ഞാൽ പുവർ ആണ്, എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സലന്റ്, എനിക്ക് നല്ല രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലായി, ഒരു ഡൗട്ടും ഇല്ല. ഈ ഒരു രീതിയിൽ നമ്മളൊരു സ്കെയിലിംഗ് കൊടുക്കുക അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ. രണ്ടാമത്തെ കംഫർട്ട് ലെവലാണ്. എത്രത്തോളം നമ്മൾ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ കംഫർട്ടാണ്. 1 എന്ന് പറഞ്ഞാൽ നോട്ട് കംഫർട്ടബിളും 5 എന്ന് പറഞ്ഞാൽ വെരി കംഫർട്ടബിൾ ആണ്. ഈ കാര്യത്തിലൊക്കെ കംഫർട്ടബിൾ ആണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു കംഫർട്ട് ലെവലിനും കൂടെ നിങ്ങൾ സ്കെയിലിംഗ് കൊടുക്കുക, റിവ്യൂ കൊടുക്കുക. മൂന്നാമത്തത് നീഡ് ഫോർ റിവ്യൂ ആണ്. അതിൽ Y or N, അതായത് യെസ് ഓർ നോ എന്ന് പറയുന്നതാണ്. അതായത് യെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും ആവശ്യമാണ്, ഇനിയൊന്നും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നോ എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കേണ്ടതായിട്ടില്ല, ഞാൻ ഓക്കെയാണ്, എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന തരത്തിൽ എല്ലാ യൂണിറ്റിനെ വെച്ചിട്ടും നിങ്ങളൊരു പ്രോഗ്രസ് ട്രാക്കർ മേക്ക് ചെയ്ത് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇതിൽ കാണുന്നത് പോലെ ഓരോ സബ്ജക്റ്റിൻ്റെ ഓരോ യൂണിറ്റിനും അണ്ടർസ്റ്റാൻഡിങ് സ്കെയിൽ, കംഫർട്ട് ലെവല്, നീഡ് ഫോർ റിവ്യൂ എന്ന തരത്തിലൊരു പ്രോഗ്രസ് ട്രാക്കർ കൂടെ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് എന്തിനാണ്? അപ്പോൾ നമുക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെയും യൂണിറ്റ്സിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവും അല്ലേ. ഫൈനലി നമുക്ക് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫസ്റ്റത്തെ യൂണിറ്റ് ഞാൻ ഓക്കെയാണ്, സെക്കൻഡ് യൂണിറ്റിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എന്തൊക്കെയോ നോക്കാനുണ്ട്, തേർഡ് യൂണിറ്റിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഒന്നുകൂടെ റിവ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ യൂണിറ്റിനെ പറ്റിയിട്ടും നമുക്ക് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കാൻ ഈ പറയുന്ന പ്രോഗ്രസ് ട്രാക്കർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ വർഷം MA സൈക്കോളജിയിലെ ഫസ്റ്റ് ഇയർ വളരെ മികച്ച രീതിയിൽ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പ്ലാനോടുകൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരെയാണ്. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും എല്ലാവിധ സപ്പോർട്ടുകളും നൽകിക്കൊണ്ട് ലേൺ വൈസ് എന്നും കൂടെ തന്നെ ഉണ്ടാവും. അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അടക്കം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളത് വേണ്ട രീതിയിൽ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ വെൽക്കം ബാക്ക് അഗെയിൻ. നമ്മുടെ MA സൈക്കോളജി ഫസ്റ്റ് ഇയറിന്റെ സൂപ്പർ സ്റ്റഡി പ്ലാൻ നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അത് സിമ്പിൾ ആയിട്ട് മനസ്സിലായെന്നും ഭാവിയിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അത് ഉപകരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഒരു ഫ്ലെക്സിബിൾ സ്റ്റഡി പ്ലാൻ ആണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാം. മാത്രമല്ല, വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു ഗംഭീര വിജയം നേടിത്തരാനും ഈ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റഡി പ്ലാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നതാണ്. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ലേൺ വൈസിനെ കുറിച്ച് ജസ്റ്റ് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ നോക്കാം, ഈ ആദ്യം കാണുന്ന 6 ഡിഗ്രി കോഴ്സുകൾ ഉണ്ടല്ലോ. BA സൈക്കോളജി, BCom, BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA ഹിസ്റ്ററി, BBA എന്നിവയ്ക്കുള്ള സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MA സൈക്കോളജി, MCom, MA ഇംഗ്ലീഷ്, MA സോഷ്യോളജി, MBA എന്നിങ്ങനെയുള്ള PG കോഴ്സുകളുടെ സെക്കൻഡ് ഇയർ കോച്ചിങ്ങും ആരംഭിച്ചിട്ടുണ്ട്. ഉടനടി തന്നെ അഡ്മിഷൻ എടുക്കുക. സീറ്റുകൾ വളരെ ലിമിറ്റഡ് ആണ്, പെട്ടെന്ന് ഫിൽ ആയി പോകുന്നുണ്ട്. സ്പെഷ്യൽ ഓഫേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ സൂപ്പർ സ്റ്റഡി പ്ലാനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.